ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അതിൽ നമ്മുടെ ഒരു കിടുക്കാച്ചി കോമ്പിനേഷനായിട്ടുള്ള പഴംപൊരിയും ബീഫും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഔട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് പർച്ചേസിന് പോയപ്പോൾ നല്ല പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേന്ത്രപ്പഴം സാധാരണ നമുക്ക് നല്ല അങ്ങനെ കിട്ടലില്ല. ഇത് പുറത്തൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ല അടിപൊളി പഴമല്ലേ, കണ്ടാൽ തന്നെ നമുക്ക് എടുക്കാൻ തോന്നൂലേ. പക്ഷേ അത് കൊണ്ടുവന്ന് നമ്മളത് പൊളിച്ചു നോക്കിയപ്പോഴാണ് അത് പഴുത്തിട്ടില്ലേനു കേട്ടോ. അത് ശരിക്കും നല്ല പഴുത്ത പഴമൊന്നും വരുന്നില്ല, അതിൻ്റെ തൊലിയൊന്നും ശരിക്കും എടുക്കാനൊന്നും കിട്ടുന്നില്ല. കാണാൻ പക്ഷേ നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു. അപ്പോൾ ഞാനത് വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ നല്ലോണം പഴുക്കാത്ത കാരണം എന്നാൽ ഈ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഉച്ചക്കാണെങ്കിൽ ലഞ്ചിന് നമ്മൾ ബീഫ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. അന്ന് ആർക്കും ക്ലാസ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തരകക്കും ലീവ് ആയിരുന്നു. അപ്പം എന്നാൽ നമുക്ക് പുറത്ത് പോവാം. അപ്പോൾ പിന്നെ ഡിന്നറൊക്കെ എന്തായാലും പുറത്തുനിന്ന് ആയിരിക്കും. അപ്പോൾ ബീഫൊക്കെ പിന്നെ വെറുതെ ആവില്ലേ. അപ്പോൾ എന്നാൽ വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കൂട്ടത്തിൽ ബീഫും നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ പുറത്തുനിന്ന് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കാനായി തന്നെ ഞാൻ പ്ലാൻ ചെയ്യണത്. അപ്പോൾ പഴംപൊരിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരികയാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് പഴംപൊരി, എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാലും എല്ലാവരും ഉണ്ടാക്കിയാൽ നമ്മൾ എവിടെ നിന്ന് കഴിച്ചാലും അതിനൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പഴം ഓരോ പഴം ഒരു 6 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ്, ഏകദേശം 1.5 കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ചിലർ ഗോതമ്പ് പൊടിയിലൊക്കെ ഉണ്ടാക്കുന്ന കാണാം കേട്ടോ. എന്നാലും ടേസ്റ്റാണ്, എങ്ങനെ ഉണ്ടാക്കിയാലും പഴംപൊരി ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണല്ലേ. അപ്പോൾ ഞാൻ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1.5 കപ്പ് എടുത്തു. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം കോൺഫ്ലോറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്ന ആ പഴം ഞാൻ പറഞ്ഞില്ല, പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നേ, അപ്പോൾ മധുരമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്താണ്. പിന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളി സോഡപ്പൊടിയും ചേർത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ. ഇത്രയും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മുട്ട എല്ലാവരും ചേർക്കലില്ല തോന്നുന്നുണ്ട്, പക്ഷേ മുട്ട ചേർത്താൽ എണ്ണയൊന്നും തീരെ കുടിക്കില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും പഴംപൊരിക്ക്. പിന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് മാവ് റെഡിയാക്കിയിട്ട് എടുക്കുക. ഞാൻ അത്യാവശ്യം നല്ല തിക്ക് തന്നെയായിട്ട് ഉണ്ടാക്കിയെടുത്തത്, കാരണം ഈ പഴം അത്ര വലിയ ടേസ്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഈ പഴം ഓരോന്നും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ ഫെർമെൻ്റ് ആവാനൊന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ ചിലർ മാവ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരമൊക്കെ വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാനിതിൽ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് തന്നെ അതങ്ങനെ കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ കോരിയെടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ, നോർമൽ റെസിപ്പി തന്നെ എല്ലാവരും ചെയ്യുന്നത് തന്നെ. പക്ഷെ എന്നാലും എനിക്ക് എല്ലായിടത്തും നമ്മൾ വേറെ വീട്ടിലൊക്കെ പോയി കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് തോന്നും കേട്ടോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ആ ബീഫും കൂടിയും ചേർത്ത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മക്കൾക്കൊന്നും ഇഷ്ടമായില്ലേ, അവർക്കൊന്നും ആ കോമ്പിനേഷൻ അത്ര ഇഷ്ടമായില്ല. പക്ഷേ എനിക്ക് താരക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞങ്ങളിത് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായി, ഞാൻ താരക്ക് മാത്രം. അപ്പോൾ എന്നാൽ പിന്നെ കുട്ടികൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബീഫ് ഉണ്ടായപ്പോൾ എന്നാൽ ഞാൻ ഏതായാലും പഴംപൊരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. അധികം പഴുക്കാത്ത പഴമായത് നല്ല നന്നായി കേട്ടോ, അതുകൊണ്ട് ബീഫിൻ്റെ കൂടെ നല്ല തന്നെയായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് മധുരം ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സ്നാക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ ഇറങ്ങിയത്. മഗ്‌രിബിന് ശേഷം, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അപ്പോൾ നമ്മൾ മെഗാമാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റിൽ തന്നെയാണ് മെഗാമാൾ. ഓപ്പോസിറ്റിൽ മീൻസ് നമ്മൾ അവിടുന്ന് മെയിൻ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഗാമാളായി. നമ്മൾ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചൊന്നും ഇങ്ങനെ കറങ്ങിയിട്ടാണ് പോണത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്, പുതിയതാണിത്, അധികമായിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നടക്കാവുന്ന ദൂരം തന്നെയുള്ളൂ. ജസ്റ്റ് ക്രോസ് ചെയ്താൽ അപ്പുറത്ത് തന്നെയാണ് മോളുള്ളത്. അപ്പോൾ ഇതിമ്മ കൂടെ ഒന്ന് പോവാ, നമ്മൾ സാധാരണ ഇങ്ങനത്തെ ബ്രിഡ്ജിമ്മ കൂടെയൊക്കെ വണ്ടിയിലൊക്കെ അല്ലേ പോണത്, മേലെ കൂടെ ഓവർ ബ്രിഡ്ജിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് നടന്ന് പോകാനുള്ളതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അതിമ്മ കൂടെ പോകുന്നത്. അപ്പോൾ ഒന്ന് പോയി കുട്ടികൾക്കൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ സൈഡിൽ ലിഫ്റ്റും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാമം കൊണ്ടൊക്കെ പോകാനും ബുദ്ധിമുട്ടില്ല. പിന്നെ സൈഡ് സ്റ്റെപ്പും ഉണ്ട് കേട്ടോ, നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടും പോകാം. അപ്പോൾ ആസക്കും ആദ്യക്കും സ്റ്റെപ്പുമ്മ കൂടെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടും പോയി, ഞങ്ങൾ ലിഫ്റ്റിലും പോയി. അപ്പോൾ ഈ മെഗാമോൾക്ക് പോണ വഴിയിൽ ഒരു ഷോപ്പുണ്ട് കേട്ടോ, 2XL എന്നാണ് അതിൻ്റെ പേര്. ഞാൻ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ഫർണിച്ചർ ഐറ്റംസൊക്കെയാണ് പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ഫർണിച്ചർ ഷോപ്പ് ആയിരിക്കും എന്നുള്ളൊരിതിൽ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ തിരക്കൊന്നും കാണില്ല. അപ്പം നമുക്കൊന്ന് കയറി നോക്കണം, എപ്പോഴും ഞാൻ പറയലുണ്ട് എനിക്കൊന്ന് കയറി കാണണം എന്ന്. അപ്പോൾ പറഞ്ഞപ്പോൾ നടന്ന് പോകുമ്പോൾ നമുക്ക് കയറാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അവിടെ കയറിയിട്ട് പോകാമെന്നും പറഞ്ഞു.
പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ, അതിൻ്റെ ഉള്ളിൽ അധികമൊന്നും തിരക്കൊന്നും കാണലില്ല, അങ്ങനെ ആരും കാണലൊന്നുമില്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അധികം ആളില്ലാതെ ഭയങ്കര കോസ്റ്റ്ലിയാണ് അവിടുത്തെ ഐറ്റംസൊക്കെ. പക്ഷേ ഫർണിച്ചർ മാത്രമല്ല, ഒരു വീട്ടിൽ ഡെക്കറേഷൻ ആണെങ്കിലും പിന്നെ എന്താ പറയുക പാത്രങ്ങൾ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഇതൊക്കെ കണ്ട നല്ല പായൽ പോലെ നമ്മളെ മതിലുമലൊക്കെ ഉണ്ടാവില്ലേ പായൽ, അതുപോലെ ഉണ്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും, അവിടെയുള്ള എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയുണ്ട് അതിന് കാണാൻ. എനിക്ക് ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ പോണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് അവിടെ ഒന്നും വാങ്ങാനൊന്നുമല്ല, ഇവിടെ ഒന്നും വാങ്ങാൻ കഴിയില്ല, അത്രയും റേറ്റാണ് ഓരോന്നിനും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കുറേ ആൾക്കാരും ഇല്ല, വളരെ കുറഞ്ഞ കസ്റ്റമേഴ്സൊക്കെ ഉള്ളതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കസ്റ്റമേഴ്സ് ആണ് കേട്ടോ. ഈ അറബ്സൊക്കെയാണ് ഉള്ളത്, നോർമലായിട്ടുള്ള സാധാരണക്കാരൊന്നും അതിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോന്നു. അതിൻ്റെ ഉള്ളിൽ അവർ അറേഞ്ച് ചെയ്ത് ഇങ്ങനത്തെ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറഞ്ഞ സ്പേസിൽ വളരെ നല്ല ഭംഗിയിൽ ഒരുപാട് സാധനങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നമുക്കും തന്നെ കുറഞ്ഞ സ്പേസ് അല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കും ചില ഐഡിയകളൊക്കെ കിട്ടും. ഇതുപോലെയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെറിയ ചെറിയ ഐഡിയകളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാനുള്ള ഐഡിയകളൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ പോയാൽ ഇതൊക്കെ കണ്ടോ, ബെഡ്റൂമൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് അറിയോ. അത്രയും നല്ല ലൈറ്റിങ്ങും പിന്നെ ഒന്നാമത് അവിടുത്തെ ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഓരോ സാധനം എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗി തോന്നും കാണുമ്പോൾ. സ്പൂൺസ് ആണെങ്കിൽ ഇങ്ങനത്തെ ഈ കട്ട്ലറി സെറ്റൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഭയങ്കര നല്ലൊരു ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കാണുന്ന പോലെ അത്രയും ഭംഗിയിൽ. പക്ഷേ ഇനിയിപ്പോൾ നമ്മളെ നോർമൽ ലൈറ്റിൽ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കണ്ട ഈ പ്ലേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നൂലല്ലോ. ഇങ്ങനത്തെ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിലൊക്കെ എന്നൊക്കെ വിചാരിക്കും. അത്രയും ഭംഗിയിലുള്ള ഓരോ ഐറ്റംസ്, ഓരോ പ്ലേറ്റിനും നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണാൻ ഒരു ഷോ പീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കയറി കണ്ട് പോകുന്നു അവിടെ. ഇതൊക്കെ കണ്ട നമ്മളെ മുറം ഒക്കെ അല്ലേ, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മെഗാ മാള്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ മോളിലേക്ക് കയറി. അടുത്ത ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല, സ്കൂളുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി കുറച്ച് വൈകിയാലും പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഈ മോൾ ഇതുപോലെ അറബികളാണ് കേട്ടോ ഇവിടെ അധികം കസ്റ്റമേഴ്സായിട്ട് കാണാം ഷോപ്പിലൊക്കെ. അതിൻ്റെ ഉള്ളിലും ഒരുപാട് അറബികളെയാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം അവിടെ ഇതേപോലെ തന്നെ നമ്മളെ നോർമൽ സാധാരണക്കാർക്കുള്ള ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ KFC ആണെങ്കിലും ബാസ്കിൻ റോബിൻസ് ആണെങ്കിലും നമ്മൾ അടുത്ത് തന്നെ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. പിന്നെ ഇവിടെ ഷാർജ സിറ്റി സെൻറ്ററിലും ഉണ്ട്, നമുക്ക് അവർക്കും അടുത്ത് തന്നെയാണ്. പക്ഷെ എന്നാലും നടന്നൊക്കെ പോകാനൊക്കെ പറ്റുന്ന ദൂരത്തുള്ളത് ഈ മെഗാ മോളാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജും കൂടി വന്നപ്പോൾ കുറേയും കൂടി അടുത്തായി ഇത്. അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ ഈ ബാസ്കിൻ റോബിൻസോ അല്ലെങ്കിൽ KFC കഴിക്കണം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് കേട്ടോ വരൽ. നല്ല ടേസ്റ്റ് അല്ലേ ഈ ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം. അവർ ഐസ്ക്രീമിൻ്റെ ഒരുപാട് ഫ്ലേവറുകൾ ഉണ്ടാവില്ലേ, നമുക്ക് നമ്മളിങ്ങനെ അധികം പരിചയമില്ലാത്ത ഒരുപാട് ഫ്ലേവറുകൾ. അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ട് എല്ലാവരും ഓരോരുത്തർ ഓരോ ഫ്ലേവറാണ് എടുക്കുന്നത്. കാരണം അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള 4 ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് അന്ന് എടുത്തത്. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറയാം, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ സൈഡിൽ നിന്ന് ഓരോന്ന് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഇങ്ങനെ ആയത് കാരണം ഈ അവിടെ ഒന്ന് ഇരുന്ന് കഴിക്കാനെന്നുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അവിടെ 1-2 ടേബിളും ചെയറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെ എവിടെയും ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ല, മോളിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റില്ല. എല്ലാതും അവരിങ്ങനെ ക്രോസ് ചെയ്തിട്ടിരിക്കുകയാണ്, ഒന്നും ഇരിക്കാനൊന്നും പറ്റാത്ത വിധത്തിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. എപ്പോഴും നല്ല തിരക്കുള്ളൊരു മോളാണിത്. ഏത് വീക്കെൻഡിലൊന്നും അല്ല, വീക്ക് ഡേയ്സിൽ വന്നാൽ കൂടി എപ്പോഴും തിരക്കായിരിക്കും. ഇപ്പോൾ ഇവിടെ അസക്ക് ഇപ്പോൾ കണ്ണടൻ്റെ ഫ്രെയിം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഭയങ്കര മോഡലുകളാണല്ലോ. അപ്പോൾ അവൾക്കും പുതിയ മോഡലുള്ളത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് കയറി നോക്കിയതായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ജ്വൽസ് കേട്ടോ, എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കമ്മൽ, മാല. ഇതൊക്കെ ഞാനിതൊന്നും യൂസ് ചെയ്യാലൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതൊക്കെ കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 1-2 വാങ്ങി വെക്കും. ഞാൻ വലിയ ഹാങ്ങിങ് ആയിട്ടുള്ളൊന്നും ഇടലൊന്നുമില്ല, ഇയറിങ്സ് ഒന്നും. പക്ഷേ എന്നാലും 1-2 വാങ്ങും. എനിക്ക് ഇഷ്ടമാണ് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ വെറുതെ ഒന്ന് ഇട്ട് നോക്കാനൊക്കെ. പുറത്തൊന്നും പോകുമ്പോഴും നമ്മളങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല, അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാറില്ല. മോളും അങ്ങനെ ഒന്നും ഇട്ട് ശീലമായിട്ടില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ഈ ഒരു ഷോപ്പിലുള്ളതൊക്കെ ഫുള്ള് നല്ല സ്റ്റോണിലുള്ളതായിരുന്നു കേട്ടോ. ബാംഗിൾസ് ആണെങ്കിലും ഇയറിങ്സ് ആണെങ്കിലും ഒക്കെ നല്ല സ്റ്റോൺ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. നല്ല ഗ്ലിറ്ററിങ്, നമുക്ക് അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ആകെ കൂടി ഒരു തിളക്കമായിരുന്നു കേട്ടോ കാണാൻ. നല്ല രസം. പിന്നെ അതുപോലെ തന്നെ നല്ല ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ബാഗിനും അവിടെ ഇരിക്കുന്ന എല്ലാ ബാഗിനും 99 ദിർഹംസ്. അത് അവർ ഓഫറായിരുന്നു കേട്ടോ അന്ന്. നല്ല നല്ല ഓഫറായിരുന്നു. അങ്ങനെയൊന്നും അവിടെ കാണലില്ല. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം മേക്കപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പിൻ്റെ ഏരിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇങ്ങനത്തെയൊക്കെ ഷോപ്പിലേക്കാണ് കയറുമ്പോഴാണല്ലേ മേക്കപ്പ് എന്താണെന്നുള്ളത് അറിയണത്. നമ്മളൊരു എന്താ പറയുക, ഒരു കോമ്പാക്റ്റ് ഇട്ടാൽ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു കാജൽ ഇതൊക്കെ ഇടുമ്പോഴത്തേന് തന്നെ എന്താ പറയുക, അവൾക്ക് ഭയങ്കര മേക്കപ്പ് അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയ ഐറ്റംസുകളൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ അടുത്തുള്ളതൊന്നും അല്ല എന്നുള്ളത്, അതൊന്നും അല്ല മേക്കപ്പ് എന്നുള്ളത് മനസ്സിലാവണത്. ഇവിടെ കയറി നമ്മൾ ടെസ്റ്ററുകളൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സൂപ്പർ കളറിലുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്നും ഇപ്പോൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ കൂടി ഇതൊക്കെ യൂസ് ചെയ്ത് വരുന്ന ആൾക്കാരെ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ മോളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടാവില്ല, നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുക, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക. നമ്മളോട് ചോദിച്ചിട്ടൊന്നല്ല, നല്ല നമ്മളെ കണ്ടേണ്ട അഭിപ്രായമൊക്കെ പറയണത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഒരു പൊതുവേ ലേഡീസിന് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടാവും. നമ്മൾ അതും കൂടി പറയാൻ പറ്റിയ കുറച്ച് കമ്പനിക്കാരും കൂടി നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ രസമായില്ലേ ഇങ്ങനത്തെ പോക്കൊക്കെ. അപ്പോൾ ഈ മാളിൻ്റെ ഉള്ളിൽ കുറച്ച് എക്കണോമിക് ആയിട്ട് നമുക്ക് സാധനം വാങ്ങാൻ പറ്റിയൊരു ഷോപ്പാണ് കേട്ടോ ഇത്. മിനിസോ എന്നാണ് ഇതിൻ്റെ പേര്. ജാപ്പനീസ് ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റും. കാരണം കുറഞ്ഞ വലിയ റേറ്റ് ഇല്ലാതെ നമുക്ക് ഐറ്റംസ് കിട്ടും. ചെറിയ മേക്കപ്പ് ആണെങ്കിലും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ടോയ്സ്, പിന്നെ കിച്ചണിക്ക് ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ഈ മെഗാമോൾ പോയി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒന്ന് കയറും. ചെറിയ ബോട്ടിൽ നമുക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നത് വലിയൊരു റേറ്റ് ഇല്ലാതെ കിട്ടും. അപ്പോൾ നമുക്കത് വാങ്ങാൻ പറ്റില്ല. ഇതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. ഇപ്പോൾ മേലെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ. നമ്മൾ നോർമലി വന്നു കഴിഞ്ഞാൽ നേരെ മേലൊക്കെ പോണത്, അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുള്ളത്. പിന്നെ ഫുഡ് കോർട്ടും അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ KFC കഴിക്കുക, കുട്ടികൾക്ക് കളിക്കുക, പിന്നെ ഈ ഐസ്ക്രീം എന്തെങ്കിലും വേണമെങ്കിൽ താഴെ വരിക, മിനിസോലൊന്ന് കയറുക. ഇതൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇതിന് ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ മേലെ ഒരു ക്ലോസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഒരു ക്ലോസ് ചെയ്ത് വെച്ചിരുന്നു. ഫുഡ് കോർട്ടൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഒന്ന് പോയി നോക്കാം മേലേക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊന്ന് മേലെ കയറി നോക്കി. കുട്ടികളെ അവിടെ ആൻറ്റിക് ലാൻഡാണ് കുട്ടികളെ കളിക്കാനുള്ള ഏരിയ. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല സൂപ്പറാണ്. ഒരു ആൻറ്റിക് ലുക്ക് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കിട്ടും. ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് അതുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിലൊന്ന് പോയി നോക്കി. പക്ഷേ അവിടെ ഒക്കെ ലിമിറ്റഡ് എൻട്രി ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല, ഞാൻ അവിടുത്തെ കാർഡ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഗെയിമിന് കളിക്കുന്ന കാർഡ് എടുക്കാൻ എൻ്റെ പേഴ്സിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് പിന്നെ ഇനി പുതിയ കാർഡ് ഇനി അവിടെ പോയി എടുക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് കോർട്ട് ഓപ്പൺ ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പോയി. ഫുഡ് കോർട്ട് ഓപ്പൺ ആണ്, പക്ഷേ അതിലേക്കുള്ള എൻട്രൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. എൻട്രൻസ് വേറെ വഴി, സെക്കൻഡ് ഫ്ലോർ വഴിയാണ് ഇപ്പോൾ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ താഴേക്ക് തന്നെ ഇറങ്ങി. അങ്ങനെയൊക്കെയാണ് പിന്നെ ഫുഡ് കോർട്ടിലേക്ക് പോയത്. പുറത്തിറങ്ങിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ KFC ആണ് കേട്ടോ. നമ്മൾ അത്ര വലിയ നൊസ്റ്റാൾജിക് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ അതൊന്നും കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് KFC കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മൾ KFC ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ നമ്മൾ KFC തന്നെയാണ് കഴിക്കുക. ആദ്യം ആസിയും പിന്നെ അവിടെ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്ന് ഡെസ്പായി കേട്ടോ. അവിടെ കളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മേലേക്ക് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഇങ്ങനെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണെന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഇനി കളിക്കണ്ട, ഇനി പിന്നെ വരുമ്പോൾ കാർഡും കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൊണ്ടുവന്നാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാനും വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ താഴെ മെഗാമാർട്ടിൽ അവിടെ ഓരോ ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, സൂപ്പർ മാർക്കറ്റ് പോലെ. അപ്പോൾ അവിടെ
എന്ന് എനിക്ക് 1-2 സാധനങ്ങളൊക്കെ ചെറുതായിട്ട് വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ അവർ കയറുന്നോട് തന്നെ ഈ ഐറ്റംസിനൊക്കെ 5 ദിർഹംസാണ് കേട്ടോ, ഓരോന്നിനും 5 ദിർഹം. അത് നല്ലൊരു ഓഫറായിട്ട് അവർ അവിടെ ഒരു സൈഡിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഒന്ന് ഇങ്ങനെ തപ്പി നോക്കി, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് തപ്പി നോക്കാൻ തോന്നുന്നല്ലോ. അപ്പോൾ ഞാനൊന്ന് അതിലൊക്കെ ഒന്ന് തപ്പി നോക്കി. അതിൽ ചെറിയ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് മാസ്കും കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. താങ്ക്